ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ നമ്മുടെ ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അപ്പം ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു, അതായത് നമ്മുടെ അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും ഒക്കെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തകർന്നടിയുവാണെങ്കിൽ അതൊരു കണ്ടൻ്റ് ആയിരിക്കും. അപ്പോൾ കുൽസിതം നമ്മുടെ ബിഗ് ബോസിൽ എടുക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ അതൊരു കണ്ടൻ്റ് ആക്കാനായിട്ടുള്ള സാധ്യതകളില്ല. സോ അതുകൊണ്ട് തന്നെ ഭയങ്കര കണ്ടൻറ്റ് ക്ഷാമമാണ്. ആൻഡ് ആദിലയുടെ ഒരു അഴിഞ്ഞാട്ടമാണ് നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ കാണാൻ വേണ്ടി സാധിക്കും. ആൻഡ് പിന്നെ നെവിൻ എന്താണ് ഓൾമോസ്റ്റ് എപ്പോഴും തന്നെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് വലിയൊരു സോറി ഗൈസ്, എനിക്ക് ചുമ പോയിട്ടില്ല. അപ്പം വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മൈക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറേ ആൾക്കാർ നമ്മുടെ വോയിസ് ക്ലിയർ അല്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പം അതൊക്കെ കൊണ്ടാണ് നമ്മൾ പുതിയ മൈക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഒക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യാം, കേൾക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ ആദ്യത്തെ ഒരു പാട്ട് കേട്ട അടിപൊളിയായിരുന്നു കേട്ടോ. എന്താണ് നീ സൂപ്പറാണ് എന്നെ കുടുക്കേ മടുക്കേ എന്നൊക്കെ പറഞ്ഞ എന്തോ ഒരു പാട്ടാണ് കേട്ടോ. അത് എനിക്ക് തോന്നുന്നു വേറെ ഏതോ ലാംഗ്വേജിലുള്ളൊരു പാട്ട് മലയാളത്തിൽ ഡബ് ചെയ്തിട്ട് കൊള്ളാം, അടിപൊളി ഒരു പാട്ടായിരുന്നു കേട്ടോ. അപ്പം ഫസ്റ്റ് തന്നെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യനെ എല്ലാവരും മാങ്ങാണ്ടി എന്ന് വിളിക്കുന്നത് അവൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം മാങ്ങാണ്ടി എന്ന് തന്നെ വിളിക്കുന്നു എന്ന് എല്ലാവരുടെ അടുത്തും പറഞ്ഞു. പക്ഷേ ഈ മാങ്ങാണ്ടി എന്താണെന്നുള്ളത് നമ്മുടെ ജിസയിലിനും എല്ലാവർക്കും തന്നെ നല്ല അറിവുണ്ട്. പക്ഷേ ആര്യന് എന്താണ് അത് ഭയങ്കര ഒരു കുറച്ചിൽ പോലെ. മാങ്ങാണ്ടി മോറാന്ന് വിളിച്ചോ അല്ലെങ്കിൽ മാങ്ങാന്ന് വിളിച്ചോ, പക്ഷേ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ മാങ്ങാണ്ടി എന്ന് വിളിക്കരുതെന്ന് ഇവനിങ്ങനെ എല്ലാവരുടെ അടുത്തും പോയി പറയണം. അപ്പോൾ അത് തന്നെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക, മാങ്ങാണ്ടി അങ്ങനെ പറഞ്ഞാൽ ആ ഒരു സംഭവമായിരുന്നു കേട്ടോ രാവിലെ അവിടെ സംസാരം. പിന്നെ നമ്മുടെ നെവിൻ്റെ ഒരു ഇഷ്യൂ ആണ്. കാരണം നെവിന് പഞ്ചസാര വേണം. ലക്ഷ്മിയും കൊടുത്തില്ല, ജിസയിലും ഒന്നും കൊടുത്തില്ല ഇവന് പഞ്ചസാര. ഓൾറെഡി ഇവന് ഒത്തിരി പഞ്ചസാര ഇട്ടിങ്ങനെ കഴിക്കുന്നുണ്ട്. അവിടെ വേറെ ആർക്കും ഫുഡും ഇല്ല, വെള്ളവും ഇല്ല, ഒന്നും ഇല്ലാതിരിക്കുകയാണ്. പക്ഷേ നെവിൻ മാത്രം നല്ല തടിച്ച് കൊഴുത്ത് നല്ല മഴ കുട്ടനായിട്ട് ഇരിക്കുകയാണ് ഗൈസ്. അപ്പം നെവിനിങ്ങനെ പഞ്ചസാര വേണം എന്നുള്ള ലക്ഷ്മിയുടെ ഒക്കെ അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ബിന്നിയും ഷാനവാസും തമ്മിലുള്ളൊരു അടിയായിരുന്നു കേട്ടോ. അതായത് ഷാനവാസ് കിച്ചൺ ടീമിലുണ്ടായിരുന്നു. അപ്പോൾ കിച്ചൺ ടീമിലുള്ള ആൾക്കാർക്ക് എന്താണ് ഒരു ചപ്പാത്തിയൊക്കെ കൂടുതൽ കിട്ടും. അപ്പോൾ ഇങ്ങനെ ചപ്പാത്തിക്ക് എല്ലാം കുഴച്ച് കൊടുത്തിട്ട് പോയപ്പം തിരിച്ച് വന്നപ്പോൾ നമ്മുടെ ഷാനവാസിനാകപ്പാട് 2 ചപ്പാത്തി മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ പുള്ളിക്കാരന് അത് ഇഷ്ടപ്പെട്ടില്ല. അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ഫൈറ്റായി. അപ്പം ബിന്നി പറയുന്നുണ്ട്, നിങ്ങളുടെ വൈഫിനെ പോലെ എനിക്ക് അത് കൂടുതലൊന്നും എടുത്ത് വെക്കാൻ വേണ്ടി പറ്റത്തില്ലെന്നൊക്കെ. അപ്പോൾ നമ്മുടെ ഷാനവാസ് പറഞ്ഞു, വീട്ടിലിരിക്കുന്നവരെ പിള്ളേരെ മക്കളെയും കുറിച്ച് പറയരുതെന്ന് പറഞ്ഞിട്ട് ഇവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബിന്നിയുടെ ഹസ്ബൻഡ് പെങ്കോന്തനാന്ന് പറഞ്ഞിട്ട് ആ പെങ്കോന്തനോട് പറയുമെന്ന് പറഞ്ഞിട്ട് അതാണ് അവനവിടെ പറയുന്നത്. അപ്പോൾ ഇവൻ വിളിക്കുന്നത് എന്തുവാണ്. അപ്പം നമുക്കവിടെ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ബിന്നി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം എന്താണ് നമുക്ക് അങ്ങനെ അങ്ങ് എടുത്തു വെച്ച് കൊടുക്കാനൊന്നും പറ്റില്ല. കാരണം നോർമലി അവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ പിന്നെ നമുക്കത് അങ്ങനെ എടുത്തു വെച്ച് കൊടുക്കാൻ വേണ്ടി പറ്റുമോ? കിച്ചൺ ടീമിലാണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. സോ പുള്ളി അങ്ങനെ പറഞ്ഞതിനോട് നമ്മൾ മീൻസ് ബിന്നി പറഞ്ഞതിനോട് നമ്മൾ യോജിക്കുന്നില്ല. വീട്ടിലിരിക്കുന്ന വൈഫിനെ കുറിച്ച് പറയണ്ട, ഓക്കെ. ബട്ട് ഷാനവാസ് എന്താണ് ചെയ്യുന്നത്? ഷാനവാസ് ഇതിന് മുന്നേ ഉള്ള ഓരോ എപ്പിസോഡ് എടുത്ത് നോക്കിയാലും ഏറ്റവും കൂടുതലായിട്ട് വീട്ടിലിരിക്കുന്നവരെ പറയുന്നൊരു വ്യക്തിയാണ് ഷാനവാസ്. പിന്നെ ആ ഒരു പ്രശ്നങ്ങൾ അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ അനീഷൻ ആദില. അപ്പം നമ്മൾ ലാസ്റ്റ് 2-3 ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആദിലയുടെ ഭയങ്കരമായിട്ടുള്ള അനീഷിനോടുള്ള ഒരു ചൊറിച്ചിലും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് രണ്ടുപേരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അനീഷിനോടാണ് ഞാൻ കൂടുതൽ ഇച്ചിരി ചാടി നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെസൽ ക്ലീനിങ് ടീമിൻ്റെ കാര്യം. ഇപ്പോൾ രാവിലെ ആദിലയും ആൻഡ് ജിഷിനുമാണ് വന്ന് പാത്രമൊക്കെ കഴുകേണ്ടത്. അപ്പോൾ ജിഷിൻ വന്ന് ജിഷിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ആദിലയുടെ അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഈ അനീഷ് വന്നിട്ട് കുറേ ഇങ്ങനെ ഇറിറ്റേറ്റ് കഴുകു പാത്രം കഴുകുക എന്ന് പറയുന്നുണ്ട്. അപ്പം അനീഷിൻ്റെ പറച്ചിൽ കേട്ടാൽ ഇവളെ കൊണ്ട് കഴിക്കല്ലേ, അതൊരു കണ്ടന്റ് ആക്കാൻ വേണ്ടി പുള്ളി ഇങ്ങനെ നോക്കുന്ന പോലെ നമുക്ക് നോക്കറിയാം. നമുക്കത് ഇങ്ങനെ നമുക്കത് സംസാരിക്കുമ്പോൾ കേൾക്കുമ്പോൾ നമുക്കത് തോന്നാട്ടാ. അപ്പം ഇവൾ പറയുന്നുണ്ട് ഞാൻ വന്ന് കഴുകാം. അപ്പോൾ അനുമോളും പറയുന്നുണ്ട് ചേട്ടാ അവൾ കഴുകിക്കോളും. അനുമോളും പറയുന്നുണ്ട്. അപ്പോൾ പുള്ളി ഇങ്ങനെ പുറകെ നമുക്കറിയാമല്ലോ, ഒരു കാര്യം പറഞ്ഞാൽ ഒരു 10 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, കഴുകു എന്ന് പറഞ്ഞുകൊണ്ട്. ലാസ്റ്റ് പുള്ളി പറയാം എന്നാൽ നീ കഴുകണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി പോയിട്ട് പാത്രം കഴുകാൻ വേണ്ടി പോവാം. അപ്പോഴത്തേക്ക് ഇവളെന്ത് ചെയ്തെന്ന് വെച്ചാൽ അനീഷിൻ്റെ ബെഡിലെ തുണിയും അതും ഇതും എല്ലാം എടുത്ത് വലിച്ച് ദൂരെ കളയുക. എന്നിട്ട് ഈ പുള്ളിക്കാരി വന്നിട്ട് ഇങ്ങനെ ഭയങ്കര ഗുണ്ട വരുന്ന പോലെ
ഇങ്ങനെ സ്പൂണൊക്കെ എടുത്ത് ഒറ്റ എറിഞ്ഞിട്ട് മാറുക എന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് പുള്ളിക്കാരി അവിടെ നിന്ന് പാത്രമൊക്കെ കഴുകുന്നുണ്ട്. അപ്പം നമ്മുടെ അനീഷിനറിയാലോ കല്ല് പോലെയാണ്, പുള്ളി ഇങ്ങനെ അങ്ങ് നിൽക്കുക. അപ്പോൾ ഇവള് അനീഷിൻ്റെ മേത്തേക്ക് ഈ പാത്രമൊക്കെ വീഴാൻ വേണ്ടിയിട്ട് പാത്രം എടുത്ത് കുത്തുന്നുണ്ട്, വെള്ളം അവളുടെ മേത്തേക്ക് ഒഴിക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവൻ പാറക്കല്ല് പോലെ നിൽക്കുകയാണ്. അപ്പോൾ അനുമോള് വന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ പാത്രമൊക്കെ എടുത്ത് കുത്താതെ എന്നൊക്കെ പറയുന്നുണ്ട്. അനുമോള് വന്ന് പറയുന്നുണ്ട്, ഷാനവാസ് വന്ന് പറയുന്നുണ്ട്, ആൻഡ് നെവിൻ വന്നിട്ട് ഇയാളെന്താ ചത്തോ അനീഷിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിലെന്തായാലും വെളിയിലേക്ക് പോകാനുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നെക്സ്റ്റ് എപ്പിസോഡ് കാരണം ഭയങ്കര വെറുപ്പീരാണ് ഇപ്പോൾ അവിടെ കിടന്നിട്ട്, ഭയങ്കര രീതിയിലുള്ള വെറുപ്പീരാണ്. നൂറേം പറയുന്നുണ്ട് ഇങ്ങനെ എടുത്ത് പാത്രം എടുത്ത് കുത്തരുത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം പക്ഷെ നമ്മൾ അനീഷ് ആദിലേൻ്റെ അടുത്ത് പാത്രം കഴുകാൻ വരുന്നത് ഒരു പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലാണ്. ഇപ്പം മറ്റുള്ളവരെ ഇങ്ങനെ നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും ഒരാൾ വന്നിട്ട് ചെയ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അത് ചെയ്യത്തില്ലല്ലോ. അപ്പോൾ ആ ഒരു സാധനം ഉണ്ട്, പക്ഷേ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഇവൾ ഈ സാധനം എടുത്തെറിയലും അതുപോലെ തന്നെ മാറാൻ പറയലും ഭയങ്കര എന്തോ ഒരു സംഭവം പോലെ ഇവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്നാൽ അനീഷിൻ്റെ അടുത്ത് വന്ന് സ്പൂൺ എടുത്തെറിയുക, അതുപോലെ തന്നെ ബെഡ് എടുത്തെറിയുക, അനീഷിൻ്റെ സംഭവങ്ങളൊക്കെ എടുത്തെറിയുക, എന്നിട്ട് അനീഷിൻ്റെ മേത്ത് വെള്ളം ഒഴിക്കുന്ന പോലെ പാത്രം കഴുകുക, അങ്ങനെയൊക്കെ അനീഷും ഇറിറ്റേറ്റും പ്രൊവോക്കും ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്ന് വെച്ച് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ആദിലും ഷാനവാസ് അവിടെ വന്നിരുന്ന് ഇങ്ങനെ ഷാനവാസ് ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് അവർ തമ്മിൽ ആ ഷാനവാസിനോടും പറയുന്നുണ്ട്. പിന്നെ അതിൽ വന്നിട്ട് ഷാനവാസിനോട് ഇങ്ങനെ അനീഷിൻ്റെ വെറുപ്പിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് മറ്റേ അനീഷിൻ്റെ കയ്യിലൊരു ചോക്ലേറ്റ് കോയിൻ ഉണ്ടായിരുന്നു. അതായത് ആ കോയിൻ കൊടുത്താൽ 3 ചോക്ലേറ്റ് കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ കോയിൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവൾ അനീഷിൻ്റെ അടുത്തുനിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇവൾ ഇത് കൊണ്ടുപോയിട്ട് ഷാനവാസിന് കൊടുക്കുക, എനിക്ക് അയാളുടെ ഒരു സാധനം വേണ്ട എന്നുള്ള രീതിയിൽ അതുകൊണ്ട് ഷാനവാസിന് കൊണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ വരുന്ന ഒരു ടാസ്ക് ആയിരുന്നു. അപ്പോൾ ആ ടാസ്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. നോർമലി എല്ലാ ടാസ്കുകളും വരുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കി കയ്യാങ്കളിയാക്കി അത് എപ്പോഴും ഒരു പോയിൻ്റ് ഒന്നും കിട്ടാതെ എല്ലാ ടാസ്കുകളും അവിടെ എന്താ പറയുക റദ്ദാക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനത്തെ ഒരു ടാസ്ക് അല്ല കൊടുത്തേക്കുന്നത്. ബിഗ് ബോസ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്ന വേറൊരു രീതിയിലാണ്. അപ്പം നമ്മുടെ ആര്യനും പിന്നെ അതുപോലെ തന്നെ സാബുമാനുമാണ് അടിപൊളിയായിട്ട് കളിച്ചത്. പക്ഷേ ഇത് ഗസ് ചെയ്യുന്നതാണ്. ഒരാളുടെ എടുത്തുകൊണ്ട് ഈ കണ്ണ് കെട്ടിയിട്ട് ഒരാളുടെ അടുത്തുകൊണ്ട് സംഭവം വയ്ക്കുമ്പോൾ അതാരാണെന്നുള്ളത് ഗസ് ചെയ്യണം. അപ്പം നമ്മുടെ ആര്യൻ അടിപൊളിയായിട്ട് കളിച്ചു വന്നു. പക്ഷേ അവസാനം വന്നപ്പോഴത്തേക്ക് നൂറയും പിന്നെ നമ്മുടെ ബിന്നിയും അക്ബറും ഉള്ളൂ. അപ്പോൾ ഇയാൾ ഇപ്പോൾ ആര്യൻ പറഞ്ഞ് അക്ബർ എന്നെ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല, അക്ബർ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്, അപ്പോൾ ഇത് ചെയ്യാൻ നൂറയും ബിന്നിയാണ് ഇതെന്ന് പറഞ്ഞിട്ട് ഇവൻ ഇങ്ങനെ ബിന്നിനെ കൈ ചൂണ്ടി. ആക്ച്വലി ബിന്നി ആയിരുന്നു, ബട്ട് ഫൈനൽ വന്നിട്ട് അക്ബറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ആര്യൻ ഔട്ടായത്. ആൻഡ് പിന്നെ ഷാബുമാൻ അടിപൊളിയായിട്ട് കളിച്ചു. ലക്ഷ്മി ആദിലയാണ് കൊണ്ടുവച്ചത്. അപ്പം ഈ ഒരു ഗെയിമിനെ കുറിച്ച് ഞാൻ വേറെ ഒരു വീഡിയോ എന്തായാലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഭയങ്കര ലെങ്തി ആയി പോകുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ അത്രയും എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫൈനലി വന്നപ്പോൾ ലാസ്റ്റ് ബിന്നി അക്ബർ മാത്രമായിരുന്നു. അപ്പം നമുക്ക് അങ്ങനെ കൊണ്ട് വെക്കാൻ പറ്റില്ല, ആരാണ് എൻ്റെ മുന്നിൽ ഈ ഒരു സംഭവം കൊണ്ട് വെച്ചേക്കുന്നുള്ളതെന്ന് മനസ്സിലാകത്തില്ലേ. അപ്പോൾ ഇവർ പറഞ്ഞു കണ്ണി നോക്കിയിട്ട് കണ്ണ് ബ്ലിങ്ക് ചെയ്യാത്ത ആരാണോ. അപ്പം അക്ബർ പറയുന്നുണ്ട് ഞാൻ എൻ്റെ കണ്ണ് എപ്പോഴും ബ്ലിങ്ക് ചെയ്യുന്നതാണ്, എനിക്കത് പറ്റില്ല എന്ന്. പക്ഷേ അപ്പം ബിന്നി തന്നെ ജയിച്ചു. അത് കഴിഞ്ഞിട്ട് അനീഷും ഷാനവാസും, അതായത് നമ്മുടെ അനീഷാണെങ്കിൽ ഈ ചോക്ലേറ്റ് കോയിൻ പോയായിരുന്നല്ലോ, അപ്പോൾ പുള്ളിക്കാരൻ ഒരു വേസ്റ്റ് ബോർഡൊക്കെ എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കോയിൻ പുള്ളി ഉണ്ടാക്കിയിട്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് വന്ന് കാണിക്കാൻ വരുമ്പോൾ ഈ ഷാനവാസ് എടുത്തുകൊണ്ട് പോകും. അപ്പം അങ്ങനെ ആ ഒരു സംഭവം ഉണ്ടായി. അപ്പം പുള്ളി അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതിന് മുന്നേ ആയിട്ടൊരു സ്പോൺസർഷിപ്പ് ടാസ്ക് ഉണ്ടായിരുന്നു. അതായത് ഇപ്പം ടി വിയിൽ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള കളത്തിൽ പോയി നിൽക്കണം. അപ്പം അത് ഇതുവരെ ഉണ്ടായിരുന്ന സ്പോൺസർഷിപ്പ് ടാസ്കിൽ ഒരു അടിപൊളി ടാസ്ക് ആയിരുന്നു. അപ്പം അതിനകത്ത് നമ്മുടെ ബിന്നിയും ഷാനവാസും തമ്മിൽ അടിയുണ്ടായി. അതുപോലെ തന്നെ അനീഷും ജിസേലും തമ്മിൽ അടിയുണ്ടായി. ഞാനാ അങ്ങനത്തെ ആ സാധനം ഒക്കെ വരാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അനീഷ് ദാണ്ട ഇങ്ങനെ അതായത് കോയിൻ വന്നിട്ട് ബിഗ് ബോസ് എടുത്തുകൊണ്ട് പോയല്ലോ. അപ്പം ബിഗ് ബോസിന് കൊണ്ടുപോയി ഉണ്ടാക്കിയ കോയിൻ കാണിക്കാൻ വേണ്ടി വന്നപ്പോൾ ഈ ഷാനവാസ് അത് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. അപ്പോൾ അനീഷ് തന്നെ അവിടെ വന്നിരുന്ന് പറയുന്നുണ്ട് എനിക്ക് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് വേണ്ടായിരുന്നു,
എനിക്കിങ്ങനെ. അപ്പോൾ അനീഷിൻ്റെ കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിലും അതിനും നമുക്കൊരു കഴിവ് വേണം. ഇങ്ങനെ ഒരു ടോക്സിക് ആയിട്ടുള്ളൊരു ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ബോയ് ഫ്രണ്ടിനെ കൊണ്ട് നടക്കുന്ന ഒരു പ്രതീതിയാണ് അനീഷിനെ പോലെ ഒരു ഫ്രണ്ടിനെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ. സോ അത് ഷാനവാസ് ഭയങ്കര ഒരു രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. അല്ലാതെ വേറെ ആർക്കും അവിടെ അനീഷിനെ ഫ്രണ്ടാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതിങ്ങനെ അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഷാനവാസ് അനീഷിൻ്റെ കൂടെ ഫ്രണ്ട് ആയതിനു ശേഷം അനീഷിൻ്റെ ഒരു ഗെയിം നോക്കിയാലും ഭയങ്കര ഡിമ്മായിട്ടുള്ളൊരു ഗെയിമാണ്. പിന്നെ കൂടുതലായിട്ടും അവിടെ പറയാനുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. പിന്നെ ആദിലയുടെ കുറേ ഓവർ ഷോ മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ ഇപ്പോൾ. അപ്പോൾ ആദില എന്തായാലും അടുത്തൊരു എപ്പിസോഡിലേക്ക് എവിക്റ്റ് ആകും എന്നുള്ളൊരു നിഗമനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വോട്ടിംഗ് റിസൾട്ട് വൈകിട്ടത്തെ നമുക്ക് ചെക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. സോ ബിഗ് ബോസിൻ്റെ പുതിയ വിശേഷങ്ങളുമായി ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.